നമസ്കാരം. ലാൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയർലൻഡിലേക്ക് ജോലി നോക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അത് സ്കിൽഡ് ജോബ് ആയാലും അല്ലെങ്കിൽ അൺസ്കിൽഡ് ജോബ് ആയാലും ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ അൺസ്കിൽഡ് ജോലികളിൽ പ്രധാനമായി എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത്, അതുപോലെ തന്നെ ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്, ഇതിന് നിങ്ങൾക്ക് ഏജൻസിയുടെ ആവശ്യമുണ്ടോ, ഇതിനൊക്കെ നമുക്ക് എത്ര പണം ചെലവാകും, അതിൽ അയർലൻഡിൽ വർക്ക് പെർമിറ്റിന് എത്ര യൂറോ അടയ്ക്കണം, കൂടാതെ വിസയ്ക്ക് ചെലവാകുന്ന പൈസ എത്രയാണ്, എന്താണ് 50-50 റൂൾ ഇൻ അയർലൻഡ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. പ്രധാനമായും ഏത് ജോലിക്കാണെങ്കിലും അയർലൻഡിൽ നിങ്ങൾക്ക് കടന്നു വരണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ ലെറ്റർ അത്യാവശ്യമാണ്. ഈ ജോബ് ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. പലരും നമ്മുടെ വീഡിയോയിൽ കമൻ്റ് ഇടാറുണ്ട് ഏതൊക്കെ ജോലികളാണ് അൺസ്കിൽഡിൽ ഉള്ളത് എന്ന്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉള്ളത്. അതായത് നിങ്ങൾ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടാണ് വരാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിന് ധാരാളം വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിലുള്ള കണക്ക് വെച്ച് ഇവർക്കിപ്പോഴും 27,000 യൂറോ ആണ് സാലറിയായി പ്രതിവർഷത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. 30,000 ആക്കണം എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ നഴ്സിംഗ് ഹോം ഉടമസ്ഥർ ഇതിന് തയ്യാറല്ല എന്നും ഒരു വാർത്ത വരുന്നുണ്ട്. എന്നാലും പല സ്ഥലത്തും അവരുടെ ഡ്യൂട്ടി ടൈം കൂട്ടി, അതായത് 39 മണിക്കൂറാണ് ഒരാഴ്ചയിലെ ഡ്യൂട്ടി ടൈം കുറച്ചുകൂടി കൂട്ടി എക്സ്ട്രാ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് അവരുടെ സാലറി പ്രതിവർഷം 30,000 യൂറോ കിട്ടത്തക്ക രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റു ചില ജോലികൾക്ക് 34,000 യൂറോ ആണ് പ്രതിവർഷം കൊടുക്കണം എന്ന നിയമം ഉള്ളത്. അത് ഇക്കഴിഞ്ഞ ജനുവരി മുതൽ നടപ്പിലായിട്ടുമുണ്ട്. മാത്രമല്ല ചില ജോലികൾക്ക് 30,000 യൂറോ പ്രതിവർഷം കൊടുക്കണമെന്നും മണിക്കൂറിൽ മിനിമം 14 യൂറോ 79 സെൻറ്റ് ഉണ്ടായിരിക്കുകയും വേണം എന്നും പറയുന്നുണ്ട്. ആ ജോലികളിൽ വരുന്നതാണ് മീറ്റ് പ്രോസസ്സിംഗ് ഓപ്പറേറ്റീവ്, അതുപോലെ ഹോർട്ടിക്കൾച്ചറൽ ഓപ്പറേറ്റീവ്. ഈ രണ്ട് ജോലികൾക്ക് മുകളിൽ പറഞ്ഞ 30,000 യൂറോ ആണ് പ്രതിവർഷത്തെ സാലറിയായി പറഞ്ഞിരിക്കുന്നത്. മീറ്റ് പ്രോസസ്സിങ്ങിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് 30,000 യൂറോ പ്രതിവർഷം സാലറി ഉണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് നേഴ്സിംഗ് കഴിഞ്ഞ് ഒരാൾ ഇവിടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായി വരുമ്പോൾ അവർക്ക് കിട്ടുന്നത് വെറും 27,000 യൂറോ ആണ് പ്രതിവർഷ സാലറി. ഇനി നിങ്ങളിൽ ആരെങ്കിലും നേഴ്സിംഗ് കഴിഞ്ഞവർ അല്ലെങ്കിൽ ഇവിടെ എത്തി 2 വർഷത്തിനകത്ത് QQI ലെവൽ 5 പൂർത്തിയാക്കി ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും വേണം. എങ്കിൽ മാത്രമേ അടുത്ത റിന്യൂവൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് മാത്രമല്ല ഇവിടെ ഇന്നെലിജിബിൾ ലിസ്റ്റ് ഓഫ് ഓക്യുപ്പേഷൻ ഫോർ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് എന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇവിടുത്തെ ചില ജോലികളെ അതിൽ അയർലൻഡിലോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ളവർക്കും മാത്രമേ ആ ജോലി ചെയ്യാൻ ഇവർ അനുവദിക്കുക. ഇന്നെലിജിബിൾ ഓക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ജോലികൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്നതല്ല എന്ന് ചുരുക്കം. അതുപോലെ തന്നെ നിങ്ങൾ സ്കിൽഡ് ജോലിക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ 50-50 റൂൾ നിലവിലുണ്ട്. അതായത് 100 പേരുള്ള ഒരു കമ്പനിയാണെങ്കിൽ അതിൽ പകുതി പേരും മേൽപ്പറഞ്ഞ അയർലൻഡിലോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ഉള്ളവരോ ആയിരിക്കണം. അത് ഉറപ്പുവരുത്തുകയും വേണം. ആ അനുപാതത്തിൽ മാത്രമേ അവിടെ ജോലിക്കാരെ പുറം രാജ്യങ്ങളിൽ നിന്നും എടുക്കാൻ പറ്റുകയുള്ളൂ. വീണ്ടും നമുക്ക് മാറ്ററിലേക്ക് തിരിച്ചു വരാം. അൺസ്കിൽഡ് ജോബിൽ വരുന്ന ജോലികളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് HCA ആണെങ്കിൽ അടുത്തത് ഹോട്ടൽ ഫീൽഡിലാണ്. അത് ഷെഫ് മുതൽ ക്ലീനിങ് ജോബ് വരെ അതിനകത്ത് വരും. ധാരാളം വിസ സ്പോൺസർഷിപ്പ് ക്ലീനിങ് ജോബുകളാണ് ജോബ് സെർച്ചിങ് സൈറ്റുകളായ ഇൻഡീഡ്, ലിങ്ക്ഡിൻ തുടങ്ങിയ സൈറ്റുകളിൽ കാണുന്നത്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലും ധാരാളം ഒഴിവുകൾ കാണുന്നുണ്ട്. അത് നിങ്ങൾ ജോബ് സെർച്ചിങ് സൈറ്റുകളിൽ കയറി നിങ്ങൾക്ക് ഏത് ജോലിയാണോ ചെയ്യാൻ അറിയാവുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളത് ആ ജോലികൾ നിങ്ങൾ സെർച്ച് ചെയ്യുക. ഒരുപാട് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഇത്രമാത്രം വിസ സ്പോൺസർഷിപ്പ് ഉള്ളതാണോ എന്നുകൂടി ചെക്ക് ചെയ്യുക. എന്നിട്ട് നല്ല ഒരു കവർ ലെറ്റർ അതുപോലെ തന്നെ ഒരു നല്ല CV തയ്യാറാക്കുക. എന്നിട്ട് ഈ കമ്പനികളിലേക്ക് അയച്ചു കൊടുക്കുക. ആ വെബ്സൈറ്റിൽ തന്നെ ഓരോ ജോലിയുടെയും സാലറി, ഡ്യൂട്ടി ടൈം അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എഴുതിയിരിക്കും. ഈ ജോബ് സെർച്ചിങ് സൈറ്റുകളുടെയൊക്കെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ സൈറ്റുകളിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യും. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഏത് ജോലിക്കാണ് നിങ്ങൾ വരുന്നത് അതനുസരിച്ചുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് നിർബന്ധമാണ്.
ചില അൺസ്കിൽഡ് ജോലികൾക്ക് ഒരുപക്ഷെ അവർ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിയായിരിക്കും. എന്നാൽ സ്കിൽഡ് ജോബുകൾക്ക്, എൻജിനീയേഴ്സ് പോലെയുള്ള ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്ന ജോലികൾക്ക് നല്ല ഇംഗ്ലീഷും എക്സ്പീരിയൻസും അത്യാവശ്യമാണ്. ധാരാളം കറസ്പോണ്ടൻസുകളും മറ്റും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതിനൊക്കെ ഇംഗ്ലീഷിൽ നല്ല പരിജ്ഞാനം ഉണ്ടായിരിക്കുകയും വേണം. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ജോലികൾ ഇപ്പോൾ നിലവിലുള്ളത്. പലരും നമ്മുടെ വീഡിയോയിൽ വന്ന് ചോദിക്കാറുണ്ട്, ആ വേക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ ഈ വേക്കൻസി ഉണ്ടോ എന്നൊക്കെ. ഞങ്ങൾ പറയുന്ന സൈറ്റുകളിൽ കയറി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇക്കാര്യങ്ങളൊക്കെ. ഇതിനൊക്കെ നിങ്ങൾക്ക് യാതൊരു ഏജൻസിയുടെയും ആവശ്യമില്ല. പിന്നെ പലപ്പോഴും ജോബ് സെർച്ചിങ് സൈറ്റുകളിൽ വരുന്ന ജോലികൾ അതൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ ഏജൻസികൾ ത്രൂ ആയിരിക്കും. മിക്കവാറും അതെല്ലാം തന്നെ അയർലൻഡിലുള്ള ഏജൻസീസ് ആയിരിക്കും. ഇനി ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കിയേക്കാം. കാരണം അയർലൻഡിലേക്ക് ഒരു ജോലിക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ആ എംപ്ലോയർക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടാണ് അവർ പരസ്യം കൊടുത്ത് ആളുകളെ വിദേശങ്ങളിൽ നിന്നും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏജൻസികൾക്ക് എംപ്ലോയർ ആയിരിക്കും അവരുടെ സർവീസ് ചാർജ് കൊടുക്കുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് വരുന്നതിന് ആവശ്യമായ ചാർജുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അത് ഏജൻറ്റിന് കൊടുക്കുന്ന പണത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ജനറൽ വർക്ക് പെർമിറ്റിന് ആവശ്യമായി വരുന്ന തുകയും അതുപോലെ തന്നെ വിസയ്ക്ക് ആവശ്യമായി വരുന്ന തുകയുമാണ് പറയുന്നത്. 2 വർഷം വരെയുള്ള ജനറൽ വർക്ക് പെർമിറ്റിന് 1000 euro ആണ് ഫീസ്. അതുപോലെ തന്നെ 2 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും ഒരു 3 വർഷത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ 1500 euro ആണ് ഇതിന് നൽകേണ്ടി വരുന്ന ചാർജ്. മിക്കവാറും നല്ല എംപ്ലോയേഴ്സൊക്കെ ആണെങ്കിൽ അവർ ഫ്രീ ആയി നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് എടുത്തു തരുന്നതും ആയിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം. വർക്ക് പെർമിറ്റ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ അടച്ച പണത്തിൻ്റെ 90% നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അയർലൻഡിൽ എത്തിയിട്ട് അയർലൻഡ് റെസിഡൻസ് പെർമിറ്റ് എന്ന ഒരു കാർഡ്, അത് വിസ ആണ് ശരിക്കും, IRP കാർഡ് എന്നാണ് പറയുന്നത്. ഇതിന് നിങ്ങൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 300 euro അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ 57 മാസം അയർലൻഡിൽ പൂർത്തിയായാൽ, സാധാരണഗതിയിൽ 5 വർഷം എന്നാണ് പറയുന്നത്, അങ്ങനെ 57 മാസം നിങ്ങൾ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാമ്പ് 4ന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. അങ്ങനെ സ്റ്റാമ്പ് 4 കിട്ടിയതിന് ശേഷം 5 വർഷം തികഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐറിഷ് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ അയർലൻഡിൽ ഒരു ജനറൽ വർക്ക് പെർമിറ്റിൽ എത്തുകയാണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്ന് കരുതുക. അതായത് നിങ്ങളെ കൊണ്ടുവന്ന എംപ്ലോയർ നിങ്ങളെ ഒഴിവാക്കിയാൽ ഇങ്ങനെ പിരിച്ചുവിട്ട് 28 ദിവസത്തിനകം റിഡൻഡൻസി നോട്ടിഫിക്കേഷൻ ഫോം ഉപയോഗിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻ്റർപ്രൈസസ്, ട്രേഡ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന വകുപ്പിനെ അറിയിക്കണം. അപ്പോൾ അവർ നിങ്ങൾക്ക് 6 മാസത്തെ സമയം അനുവദിക്കും മറ്റൊരു ജോലി കണ്ടെത്താൻ. ഇങ്ങനെ വന്നാൽ നിങ്ങൾ 6 മാസത്തിനകത്ത് കണ്ടുപിടിക്കുന്ന ജോലി ഇന്നെലിജിബിൾ ലിസ്റ്റിൽ ഉള്ളതായിരുന്നാൽ പോലും നിങ്ങൾക്ക് പുതിയ ജനറൽ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ പലർക്കും അറിയില്ല. ചിലർ ഇവിടെ വന്ന് ജോലി നഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ പോയവരെ എനിക്ക് നേരിട്ട് അറിയാവുന്നതുമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം, നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള IRP കാർഡിൻ്റെ കാലാവധി 6 മാസത്തിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഇമിഗ്രേഷൻ ഓഫീസിൽ പോയി ഈ 6 മാസത്തേക്ക് കൂടി നിങ്ങളുടെ IRP കാർഡ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ അതിൻ്റെ ചാർജ് കൂടി കൊടുക്കേണ്ടി വരും. ഇനി അഥവാ ഈ പറഞ്ഞ ടൈം പീരീഡിനകത്ത്, അതായത് 6 മാസത്തിനകത്ത് പുതിയ ജോലി കണ്ടുപിടിക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് അയർലൻഡ് വിടേണ്ടിയും വന്നേക്കാം. വർക്ക് പെർമിറ്റിൻ്റെയും IRP കാർഡിൻ്റെയും ഫീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത്, ഇന്ത്യയിൽ നിന്ന് നമ്മൾ വിസ അപ്ലൈ ചെയ്യുമ്പോൾ VFS സെൻറ്ററിൽ അടയ്ക്കേണ്ട ടോട്ടൽ തുകയാണ്. ഏകദേശം 140 euro ആണ് അടയ്ക്കേണ്ടുന്നത്. അതിൽ 100 euro മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്കും 40 euro VFS സെൻറ്ററിൻ്റെ ചാർജുമാണ്. പിന്നെ ജനറൽ വർക്ക് പെർമിറ്റിൻ്റെ കാര്യം, അത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ വിശദമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ വർക്ക് പെർമിറ്റിന് 16 മുതൽ 18 വരെ ആഴ്ചയാണ് സാധാരണഗതിയിൽ എടുക്കുന്നത്. എന്നാൽ ക്രിട്ടിക്കൽ സ്കില്ലിൽ വരുന്നവർ ആണെങ്കിൽ 6 to 8 വീക്സ് ആണ് അവർക്ക് എടുക്കുന്നത്. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അയർലൻഡിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല ഒരു CV-യും അതിലും മികച്ച ഒരു കവർ ലെറ്ററുമൊക്കെ തയ്യാറാക്കി ഇപ്പോൾ തന്നെ ജോബ് ഹണ്ടിങ് തുടങ്ങിക്കോളൂ. എന്തായാലും നിലവിൽ ആയിരക്കണക്കിന് വേക്കൻസികളാണ് അയർലൻഡിലുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മടിക്കരുത്. അതുപോലെ തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിച്ചാൽ മതി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.